ഹലോ ആൾ ഇന്ന് നമുക്ക് നമ്മുടെ കൈതച്ചക്ക ഉണ്ട്, അതായത് പൈനാപ്പിൾ കൊണ്ടൊരു പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി നല്ലതായിട്ട് പഴുത്ത ഒരു പൈനാപ്പിൾ വാങ്ങിക്കാം. ആദ്യം നമുക്ക് നല്ലപോലെ കട്ട് ചെയ്തിട്ട് ചീനിച്ചട്ടി വച്ചതിന് ശേഷം അതിനകത്ത് ആവശ്യമുള്ള നെയ്യ് ഒഴിക്കാം. എന്നിട്ട് ആ നെയ്യിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്രേപ്സ്, കാഷ്യൂനട്ട് എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ആ നെയ്യിലേക്ക് തന്നെ ഈ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ പൈനാപ്പിൾ ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ മീൻസ് അതൊന്ന് ജസ്റ്റ് സോഫ്റ്റായിട്ട് വരുന്ന രീതിയിൽ വരെ നമുക്കത് ചെയ്യാം. പിന്നെ അതിന് ശേഷം എല്ലാവരും ശർക്കര ഉരുക്കിയാണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ എനിക്ക് ശർക്കര അങ്ങനെ ഉരുക്കി പൊടിയായിട്ടുള്ളതാണ് കിട്ടുന്നത്. അതാണ് ഏറ്റവും ഈസി. അപ്പോൾ പൊടിയായിട്ട് വാങ്ങിച്ച് നല്ലപോലെ ചൂടാക്കി എടുക്കുക, നല്ല ലിക്വിഡ് ആവുന്നത് വരെ. അതിനുശേഷം ഇതേപോലെ നല്ലതായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ഈ ശർക്കര പാനി ആക്കിയത് അതിനകത്തിട്ട് ഇളക്കി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. തെങ്കാശിപ്പട്ടണം മൂവിയാകട്ടോ, അത് കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഏലക്കാപ്പൊടി ജസ്റ്റ് കുറച്ചിട്ടാൽ മതി. ആവശ്യത്തിനുള്ളത് ഇട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, ആ നെയ്യും ഇതെല്ലാം കൂടെ ഒരുമിച്ച്. എങ്ങനെയാണെന്നറിയില്ല, ഞാനത് യൂട്യൂബിലൊരു കണ്ട ഒരു വീഡിയോ ചെയ്യുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കൊച്ചു ചൗവരി, ഇവിടെ സാബുദന എന്നാണ് ഇതിന് വേണ്ടി പറയുന്നത്. പിന്നെ കോക്കനട്ട് മിൽക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അതങ്ങനെ വാങ്ങിച്ചു. അതെല്ലാം കൂടെ നല്ലതായിട്ട് വെന്ത് വരുമ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കളറൊക്കെ മാറി നമ്മുടെ ഓണത്തിന് വെക്കുന്ന ഓണത്തിൻ്റെയൊക്കെ ഒരു ഫീല് കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. മധുരമൊന്നും പ്രത്യേകിച്ച് പിന്നേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിന് നമ്മുടെ പായസം ഇത് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണം കേട്ടോ. ബൈ ബൈ.